ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വെട്ട് പീസ് തുണി വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെട്ട് പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇനി കാർഡ്ബോർഡ് പീസോ അല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും ഇതുപോലുള്ള പേപ്പറോ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരേ അളവിലൊന്ന് എടുത്തതിന് ശേഷം ഈ കാണിക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതെ, ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഒരു പേപ്പർ നമുക്ക് എത്രയാണോ ആവശ്യം ആ ഒരു നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ദേ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ പെറ്റലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെറ്റൽ ഒരേ ഷേപ്പിലായിരിക്കണം. അപ്പോൾ ഇതുപോലെ അതിന് രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ദേ ഒരേ അളവിൽ ഇത് ഇങ്ങനെ ഒന്ന് പെറ്റൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ അടിപൊളി ഒരു പെറ്റൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഒരേ അളവിൽ കട്ട് ചെയ്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ രണ്ടാമത്തെ പെറ്റൽസ് അതേ അളവ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 5 പെറ്റൽസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വെട്ട് പീസ് തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ നമ്മുടെ ആ ഒരു പേപ്പർ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു കാർഡ്ബോർഡ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതേ താഴെ ഇതുപോലെ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയും കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. പിന്നെ ഇതേ കളർ തന്നെ വേണം എന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെട്ട് പീസ് തുണി വെച്ചിട്ട് നിങ്ങൾക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ആദ്യമേ നിങ്ങൾക്ക് ഈ ഒരു പെറ്റലിൻ്റെ ആ ഒരു ഷേപ്പിലൊന്നും നിങ്ങൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കേണ്ട. ആ ഒരു മൊത്തത്തിൽ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ഓരോ കാർഡ്ബോർഡ് വെച്ച് കൊടുത്ത് അങ്ങനെ വെച്ച് കൊടുത്ത് ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് പൊങ്ങിയും താന്നൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനത്തെ ഒന്നാമത്തെ പെറ്റൽസ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുള്ളാണ്, നല്ലൊരു അടിപൊളി കളർ കൂടെയാണ്. അങ്ങനത്തെ ഒന്നാമത്തത് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് അതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനൊരു മുഴുവനായിട്ടുള്ള കുറച്ച് നീളത്തിലുള്ള വെട്ടി പീസ് തുണിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാതെ ഇതുപോലെ ഒന്നിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ദേ 5 പെറ്റൽസും അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് നൂല് വെച്ചിട്ട് കെട്ടി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത താഴത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്തായിട്ട് ഒരു യെല്ലോ കളറിലുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ തുണിസഞ്ചിയാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഈർക്കിൽ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ടോപ്പ് പോർഷനിൽ നമ്മുടെ ആ ഒരു തുണിസഞ്ചി വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് വെട്ടി പീസ് തുണിയും കൂടെ ഒന്ന് വച്ചു കൊടുക്കുന്നുണ്ട്. വച്ചു കൊടുത്തിട്ട് താഴെ നന്നായിട്ട് നൂല് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ട് ബാക്കി പെറ്റൽസും ഇതുപോലെ ഒന്ന് വച്ചു കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കെട്ടുന്നുണ്ട്. ഓരോ കെട്ടുമ്പോഴത്തേനും ഒന്ന് ഇതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വിട്ടുപോകരുത്. അങ്ങനെ മൂന്നാമത്തെ പെറ്റലും വെച്ചു. അങ്ങനെ 5 പെറ്റൽസ് ഇതുപോലെ ഒന്ന് വച്ചു കൊടുക്കുന്നുണ്ട്. മുൻപ് നമ്മൾ ഇതുപോലുള്ള
ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് വെട്ട് പീസ് തുണിയിൽ. അപ്പോൾ ഈ ഒരു കളറും പിന്നെ അത് കാണാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എല്ലാം ഒരുപോലെയല്ല, എന്നാലും അതിൽ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, നമ്മുടെ പഴയ വീഡിയോസൊക്കെ. എന്നിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ട്രൈ ചെയ്യാൻ മറക്കണ്ട. അങ്ങനത്തെ എല്ലാ പെറ്റൽസും നമ്മൾ വച്ച് കൊടുത്തിട്ട് കെട്ടി കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കളർ നല്ലൊരു അടിപൊളി ലാവൻഡർ കളറാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊരു നമ്മുടെ കയ്യിലുള്ള ഇതൊരു കാർഡ്ബോർഡ് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇതിനൊന്ന് വളച്ചും തിരിച്ചുമൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് വീണ്ടും ഒരു ഗ്രീൻ കളറിലുള്ള, തീരെ ഗ്രീൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ക്ലോത്താണ്, ഒരു തുണി സഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചെറുതായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണ് ഇത് കട്ട് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു തണ്ടിലോട്ട് നമുക്കിതിനെ ചുറ്റി കൊടുക്കണം. നമ്മൾ സ്ഥിരം ഗ്രീൻ ടേപ്പാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിലൊരു ചെറിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്കിതിന് മൊത്തത്തിൽ ഒന്ന് ആ ഒരു തണ്ടിലൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു തുണിസഞ്ചി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഒട്ടിക്കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഒരു തണ്ടിലും ആ ഒരു ടോപ്പ് പോർഷനിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഇപ്പോൾ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തുണിസഞ്ചി ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കാം. അങ്ങനെ പഴയ വെട്ടി പീസ് തുണിയിൽ ദേ അടിപൊളി പൂവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ലാവൻഡർ കളറിലുള്ള അടിപൊളി പൂക്കളാണ്. ഒരുപാട് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ തൽക്കാലം 2 മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യത്തിന് ഒരുപാട് പൂക്കൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതുള്ള ഒരു അടിപൊളി ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താം, ഇതിൻ്റെ ഭംഗി കൂട്ടാം, കളർഫുള്ളാക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ മാക്സിമം ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.